കഥ കൂട്ട്. വാതിൽ തുറന്നതും മനോഹരമായ ബീച്ച് വ്യൂ. കഴിഞ്ഞ രാത്രിയാണ് ഇടയ്ക്കുണ്ടാകാറുള്ള ഊരുചുറ്റലിന്റെ ഭാഗമായി ഞാൻ ഇവിടെ എത്തിയത്. നേരം പുലർന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ബീച്ച് ഏതാണ്ട് വിജനമാണ്. ധരിച്ചിരുന്ന ലുങ്കിയും ഷർട്ടും മാറ്റാതെ തന്നെ ഞാൻ ആ മണൽപ്പരപ്പിലേക്ക് ഇറങ്ങി. തിരകളോട് ചേർന്ന്, എന്നാൽ അവയെ എന്റെ കാലിൽ തൊടാൻ അനുവദിക്കാതെ ഞാൻ നടന്നു തുടങ്ങി. കുറച്ചകലെയായി തരുലതാദികളാൽ പന്തൽ തീർക്കപ്പെട്ടതുപോലുള്ള ഒരിടം. അതിനടിയിൽ തെങ്ങിൻ തടിയിൽ തീർത്ത ഒരു ചാരുബെഞ്ച്. അങ്ങോട്ട് നടന്ന് ആ ബെഞ്ചിന്റെ ഒരു അറ്റത്തായി ഞാൻ ഇരുന്നു. ഞാൻ തിരകളും എണ്ണിക്കൊണ്ടിരിക്കവെയാണ് അവൾ അങ്ങോട്ട് വന്നത്. എന്റെ അരികത്തായി അവൾ ഇരുന്നു. ആരാണിവൾ? മറ്റൊരു മനുഷ്യജീവിയെ പോലും ചുറ്റുവട്ടത്തെങ്ങും കാണാനില്ല. അപരിചിതരാരും തന്നെ അതുപോലൊരു സാഹചര്യത്തിൽ എന്റെ അടുക്കൽ വന്നിരിക്കാൻ ധൈര്യപ്പെടില്ല എന്നതാണ് അതുവരെയുള്ള അനുഭവം. 6.25 പൊക്കത്തിൽ അതിനൊത്ത തടിയിൽ പരുക്കൻ ലുക്കുള്ള എന്നെ ചുണ്ടിലൊരു ചിരിയില്ലെങ്കിൽ കീരിക്കാടൻ ജോസേട്ടൻ പോലും കണ്ടാൽ പേടിക്കുമെന്ന് കൂട്ടുകാർ കമന്റ് അടിക്കാറുണ്ട്. അപ്പോഴാണിവൾ. ഞാൻ അവളെ തന്നെ നോക്കി. അവൾ എന്നെ നോക്കുന്നേയില്ല. ഞാനെന്നൊരാൾ അടുത്തിരിക്കുന്നുണ്ടെന്ന ഭാവമേ അവൾക്കില്ല. ആരായിരിക്കും ഇവൾ? തന്റെ ഇണയെ അന്വേഷിച്ച് നടക്കുന്ന ഒരുവളാവാം അവളെന്ന് എന്റെ ഉള്ളിലെ കഥാകാരൻ കൽപ്പിച്ചുകൂട്ടി. ഇടയ്ക്കിടെ എന്റെ നോട്ടം അവളിലേക്ക് നീണ്ടു. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞിട്ടും അവൾ അതേ ഇരിപ്പ് തുടരുകയാണ്. എന്നെ അറിയാത്ത, ഞാൻ അറിയാത്ത നാട്. ഞാനെന്ന ആംബിവേർട്ടിൽ നിന്നും എക്സ്ട്രോവേഷൻ പുറത്തേക്ക് വന്നു. ഹലോ, ഞാൻ അവളെ നോക്കി പറഞ്ഞു. ഒരു നിമിഷം ഒന്ന് തിരിഞ്ഞു നോക്കിയ ശേഷം ഭാവഭേദമേതുമില്ലാതെ അവൾ നോട്ടം വീണ്ടും കടലിലേക്ക് തിരിച്ചു. കുറച്ചുനേരം ശങ്കിച്ചു നിന്ന ശേഷം ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ഹലോ പറഞ്ഞു. അത്തവണ അവളൊന്നും തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. ഏതാനും നിമിഷമെടുത്ത് എന്റെ ഈഗോയെ ആശ്വസിപ്പിച്ചുറക്കിയ ശേഷം ഞാൻ തുടർന്നു. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കാനുള്ള മൂഡിലാണ്. ഇയാൾ മിണ്ടുന്നില്ലെങ്കിൽ മിണ്ടണ്ട, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കാൻ പോവാ. ഞാൻ എന്നെപ്പറ്റി പറഞ്ഞു. സന്തോഷങ്ങളും സങ്കടങ്ങളും സ്വപ്നങ്ങളും ബാല്യകാല സ്മരണകളും അടക്കം അപ്പോൾ മനസ്സിൽ വന്നത് എന്തെല്ലാമൊക്കെയോ ഞാൻ അവളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. വല്ലപ്പോഴുമുള്ള ആ നോട്ടമല്ലാതെ മറ്റു പ്രതികരണങ്ങളൊന്നും തന്നെ അവളുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലെങ്കിലും എനിക്ക് എന്തോ അവളോടൊരു ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നു. സംസാരം നിർത്തി ഞാൻ അവളെ തന്നെ നോക്കിയിരുന്നു. ഇടയ്ക്ക് കണ്ണുകൾ തമ്മിൽ ഉടക്കിയാലുടൻ അവൾ നോട്ടം മാറ്റും. അപ്പോൾ കുറച്ച് അകലെ നിന്നും ഒരു നായ. അത് ഞങ്ങളുടെ നേരെ വരികയാണ്. ഞങ്ങൾക്ക് ഏതാനും മീറ്റർ അകലെ എത്തിയതും അതൊന്ന് നിന്ന ശേഷം ഞങ്ങൾ നോക്കി കുരച്ചു. വീണ്ടും ഏതാനും അടി കൂടി മുന്നോട്ട് വന്നു. എല്ലൊരു പരിഭ്രമത്തോടെ, അതിലേറെ കൗതുകത്തോടെ ഞാൻ അവളെ നോക്കി. അവൾ പേടിക്കുമോ? അവൾ എന്നോട് കൂടുതൽ ചേർന്നിരിക്കുമോ? രക്ഷകന്റെ വേഷമണിയാൻ സമയമായോ? എന്റെ മനസ്സങ്ങനെ ഓരോന്ന് ചിന്തിക്കവേ അവൾ മെല്ലെ എഴുന്നേറ്റു. എന്നിട്ട് ആ നായയുടെ നേരെ ഓടി, തന്റെ വാലും ആട്ടിക്കൊണ്ട്.